നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മകം പിറന്ന മങ്ക എന്ന ചൊല്ല് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. വളരെ അർത്ഥവത്തായ ഒരു ചൊല്ല് തന്നെയാണ്. എന്നിരുന്നാലും അത് മകം പിറന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ഗുണം. മകം പിറന്ന മങ്ക എന്ന് ചൊല്ലുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വളരെ വിശേഷമാണ് മകൻ നക്ഷത്രം എന്ന് പറയാം. എന്നാൽ മകൻ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്കും അതീവ പ്രാധാന്യം തന്നെ ഉണ്ട്. ഞാൻ ഇന്ന് മകം പിറന്ന മങ്ക എന്ന ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തി മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വിശേഷ ഫലങ്ങളെയും അതിന്റെ പ്രാധാന്യത്തെയുമാണ് പറയുന്നത്. വളരെയേറെ പ്രത്യേകതകളുള്ള നക്ഷത്രമാണ് വിശേഷിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. നമുക്കതിന്റെ പ്രാധാന്യത്തെ ഒന്ന് മനസ്സിലാക്കി പോകാം. മഖ സുമാന്യ ബഹുശത്രുപക്ഷ ശ്രീയാദിക പാപ വിവർജിതാച്ച ഭക്ത ഗുരുണാം പ്രണത ദ്വിജാനാം നാരി ഭവേത് പാർത്ഥിവ സൗഖ്യയുക്ത. ഇത് മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുള്ള വിശേഷ ഫലമാണ്. മകൻ നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കാണുക. മകൻ നക്ഷത്രക്കാരെ കുറിച്ച് ഇതുവരെ ആരും പറയാത്ത കഥകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാം ഭാഗവും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടെ രണ്ടാം ഭാഗം മാത്രമാണ് ഇനിയും ചെയ്യാനുള്ളത്. അതും ഉടൻ തന്നെ വരുന്നതാണ്. മകൻ നക്ഷത്രക്കാരാണ് എങ്കിൽ പൂർണ്ണമായിട്ടും ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്, എന്റെ സ്ക്രീനിലും നൽകുന്നതാണ്. നമുക്കിനി ഈ പ്രതിപാദിച്ച ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മാന്യതയും ഐശ്വര്യവും സജ്ജനങ്ങളിലും ഗുരുക്കന്മാരിലും ഭക്തിയും ബഹുമാനവും ഉള്ള സ്ത്രീയായിരിക്കും. പ്രത്യേകിച്ച് പാപകർമ്മങ്ങൾ ചെയ്യാൻ അറിയാത്ത സ്ത്രീയായിരിക്കും. എന്നാൽ അധികമായിട്ട് ശത്രുക്കൾ മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട്. കൂടാതെ രാജോചിതമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവളുമാകും. ഇവർക്ക് ജീവിത വിജയത്തിന് അനിവാര്യമായിട്ടുള്ള ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ ഘടകങ്ങളെ ഏകോപിപ്പിക്കുവാൻ അസാമാന്യമായിട്ടുള്ള കഴിവുണ്ടാകും. അതായത് ഇവർക്ക് ചലനോർജം വേണ്ടുവോളം ഉണ്ടാകുമെന്നർത്ഥം. എന്നിരുന്നാലും പലപ്പോഴും അത്ര പ്രസക്തമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും മകൻ നക്ഷത്രക്കാരികൾ സ്വന്തം ഊർജത്തെ ചെലവാക്കാറുണ്ട്. ഇത് വിവാദങ്ങൾക്കും കലഹങ്ങൾക്കും ഒക്കെ വഴിവെക്കാറുമുണ്ട്. ഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മഹാറാണിയുടെ മട്ട് ഇവർ കാണിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പോരായ്മയുള്ളത് ഇവർ ഏകാധിപതികളെ പോലെ പെരുമാറി എന്നും വരാം. കാരണം ഇവർക്ക് അനുരഞ്ജനം എന്തെന്ന് അറിയാത്തവരാണ്. വിനീത വിധേയരായി നിൽക്കുന്ന ഭർത്താക്കന്മാരെയോ മക്കളെയോ ഒക്കെ ആയിരിക്കും ഇവർക്ക് പ്രത്യേക ഇഷ്ടം. സുഖജീവിതത്തോട് ഭ്രമത്തോളം എത്തുന്ന ഇഷ്ടവും ഇവർക്കുണ്ടായേക്കാം. ഇവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായി എന്ത് ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും ഇവർ തയ്യാറാണ്. മകൻ നക്ഷത്രക്കാരികളുടെ ജീവിത നിലവാരം മറ്റു കുടുംബാംഗങ്ങളെ അപേക്ഷിച്ച് എല്ലായ്പ്പോഴും മുമ്പിലായിരിക്കും. ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു വിഷയം എല്ലായ്പ്പോഴും ഇവരെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കാം. അത് ചിലപ്പോൾ വിഷാദവും ഇവരിൽ സൃഷ്ടിച്ചു എന്നും വരാം. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വിശേഷത ഒന്ന് പറഞ്ഞു പോകാം. മകം പിറന്ന മങ്ക എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഗ്യശാലിയായ ഒരു പെൺകുഞ്ഞു പിറന്നു എന്ന് തന്നെയാണ്. മകൻ നക്ഷത്രത്തിന്റെ അതിദേവത പിതൃക്കളാണ്. പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർ മനോവേഗതയിൽ സഞ്ചരിക്കുന്നവരാണ്, ശുഭകർമ്മങ്ങളെ ചെയ്യുന്നവരാണ്. പിതൃക്കൾ മകൻ നക്ഷത്രത്തിൽ നമ്മുടെ ഹൗസുകളെ സ്വീകരിക്കട്ടെ, ആസ്വദിക്കട്ടെ. അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടവരും അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടാത്തവരും, നമ്മൾ അറിയുന്ന പിതൃക്കളും നമ്മൾ അറിയാത്ത പിതൃക്കളും, അവരെല്ലാം മകൻ നക്ഷത്രത്തിൽ ചെയ്യപ്പെടുന്ന ഈ മഹാകർമ്മത്തെ, ഈ മഹായജ്ഞത്തെ സ്വീകരിക്കട്ടെ എന്നൊരു വേദ പ്രമാണമുണ്ട്. മകൻ നക്ഷത്രത്തിന്റെ മഹിമ വിളിച്ചോതുന്നതാണ് ഈ വേദവാക്യങ്ങൾ. തങ്ങളുടെ വംശത്തിൽ ഒരു സ്ത്രീ പ്രജ പിറന്നാൽ അതിൽ അത്യധികം സന്തോഷിക്കുന്നവരാണ് പിതൃക്കൾ. മറ്റു ദേവതകൾ പുരുഷപ്രജകൾ പിറക്കുമ്പോൾ പ്രസാദിക്കാറുണ്ട്. പുരുഷപ്രജകൾ പിറക്കുമ്പോൾ പിതൃക്കൾ സന്തോഷിക്കാറുണ്ട്. പുൻനാമമാകുന്ന പിതൃക്കളെ കരകയറ്റുന്നത് പുത്രന്മാരാണ്. അതുകൊണ്ട് തന്നെ പുത്രന്മാർ ജനിക്കുമ്പോഴും പിതൃക്കൾ സന്തോഷിക്കാറുണ്ട്. എന്നാൽ പുത്രിമാർ ജനിക്കുമ്പോൾ, കുടുംബത്തിൽ ഒരു സ്ത്രീ പ്രജ ജനിക്കുമ്പോൾ, വിശേഷിച്ച് മകൻ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ പിതൃക്കൾ അത്യധികം സന്തോഷിക്കപ്പെടുന്നു. കാരണം കന്യാദാനം എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ദാനം.
തങ്ങളുടെ വംശത്തിൽ ഒരു കന്യക ജനിച്ചുകൊണ്ട് അവളെ ഒരു പുരുഷന് ദാനം ചെയ്യുക അല്ലെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കന്യകാദാനം. അങ്ങനെ ഒരു കന്യകാദാനം സംഭവിക്കുന്ന ഒരു വംശത്തിൽ സംഭവിക്കുന്നത് എന്ത് എന്നാണ് ആ വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനം. അതായത് ദാനം ചെയ്യുന്നവരുടെ പൂർവികരായിട്ടുള്ളവരുടെ 10 തലമുറയും അനന്തരം ജനിക്കുന്ന 10 തലമുറയും ദാനം ചെയ്യുന്ന ആളുടെ തലമുറക്കാർ ഉൾപ്പെടെയുള്ള 21 തലമുറക്കാർ നിത്യനിരതിശയാനന്ദമായിട്ടുള്ള ശാശ്വത ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഒരു പുരുഷ പ്രജ കാരണം പിതൃക്കൾ പുന്നാമമായിട്ടുള്ള നരകത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കപ്പെടുന്നുവെങ്കിൽ ഒരു സ്ത്രീ പ്രജ കാരണം 21 തലമുറക്കാർ മോക്ഷത്തെ പ്രാപിക്കുന്നു. അതായത് അവർ ശാശ്വത ബ്രഹ്മലോകത്തെ പ്രാപിക്കുമെന്നർത്ഥം. അതുകൊണ്ട് വിശേഷിച്ച് മകർ നക്ഷത്രത്തിൽ ഒരു സ്ത്രീ പ്രജ ജനിക്കുമ്പോൾ മകർ നക്ഷത്രത്തിന്റെ ദേവതയായിട്ടുള്ള പിതൃക്കൾ അത്യധികം സന്തോഷിക്കുക. ഇക്കാരണത്താൽ തന്നെയാണ് മകം പിറന്ന മങ്ക എന്ന ചൊല്ലുകൂടി ഉണ്ടായത്. നമുക്കിനി മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സാമാന്യ ഫലങ്ങളെ കൂടി ഇവിടെ ഒന്ന് പറഞ്ഞു പോകാം. മകൻ നക്ഷത്രക്കാർ വിദ്വാൻമാരായിരിക്കും, വിനീതശീലരായിരിക്കും, സ്ഥിരമായിട്ട് ശത്രുക്കളോട് കൂടിയുള്ളവരായിരിക്കും, സജ്ജനങ്ങളാൽ ഇവർ പ്രശംസിക്കപ്പെടും, ശൂരന്മാരായിരിക്കും, ധാരാളം ഭൃത്യന്മാരോടും ധനത്തോടും കൂടിയവരായിരിക്കും, ഇവർ ജീവിത സുഖങ്ങളെ അനുഭവിക്കുന്നവരായിരിക്കും, ദേവന്മാരിലും പിതൃക്കളിലും വളരെയേറെ ഭക്തി ഉള്ളവരായിരിക്കും, ഇവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. യദ്യത് ഫലം നരഭവേക്ഷം അമംഗനാനാം തത്തത് വദേദ് എന്ന് ഹോരാശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ഫലങ്ങളെല്ലാം തന്നെ മകം പിറന്ന മങ്കയ്ക്കും നമുക്ക് യോജിക്കുന്നവയാണ്. മകനക്ഷത്രക്കാരെ കുറിച്ച് വിശദമായിട്ട് തന്നെ മകനക്ഷത്രം അറിയേണ്ടതെല്ലാം ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്നിരുന്നാലും മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും 1-ാം പാദത്തിലാണ് ജനിച്ചത് എങ്കിൽ ഗണ്ഡാന്ത ദോഷമുണ്ട്. 1-ാം പാദത്തെ 4ആയിട്ട് വിഭജിച്ചുകൊണ്ട് അതിൽ ആദ്യത്തെ ഭാഗത്തിലാണ് ജനിച്ചത് എങ്കിൽ കൂടുതൽ ദോഷങ്ങളെ അനുഭവിക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള ഗണ്ഡാന്തത്തിൽ ജനിച്ചവർക്ക് ജീവിതം ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നേക്കാം. അത് സ്ത്രീ ആയാലും പുരുഷന്മാരായാലും അവരുടെ ഗ്രഹനിലയിൽ കൂടുതൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ കൂടുതലായി അനുഭവത്തിൽ വന്നേക്കാം. എന്നാൽ ഗ്രഹനിലയിൽ കുറേയധികം യോഗങ്ങൾ ഉണ്ടെങ്കിൽ ഗണ്ഡാന്ത ദോഷത്തെ പോലും അതിലൂടെ മറികടക്കാനായിട്ട് സാധിക്കും. മകൻ നക്ഷത്ര ജാതരുടെയും വിശേഷിച്ച് മകൻ നക്ഷത്രത്തിൽ പിറന്ന മംഗമാരുടെയും അതിപ്രധാനമായിട്ടുള്ള ചില വസ്തുതകളെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിച്ചത്. ഇനിയും ഇതുപോലെ പല നക്ഷത്രക്കാർക്കും എടുത്തു പറയത്തക്ക വൈശേഷ്യങ്ങളുണ്ട്. അതെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോകളിലായിട്ട് നമുക്ക് പ്രതിപാദിക്കാം. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ മകൻ നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾക്കത് നല്ല പ്രയോജനപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.